ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്ന് ഉറക്കം എണീക്കാൻ താമസിച്ച് ഇപ്പം എണീറ്റപ്പോൾ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് തലേന്നത്തെ പുളിങ്കറി ഇരിക്കുന്നു. ഇതാ ചൂട് പുട്ടുമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പം മച്ചാന്മാരെ, ഇന്നലെ രാത്രി ഉമ്മ വറ്റിച്ച് വെച്ച കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ച നല്ല സൂപ്പർ വങ്കടപ്പുളിമുളക്. അപ്പം ഞാൻ തുറക്കാൻ പോവുകയാണ്. എല്ലാവരും കൊതി വിടരുത്. എന്നാ ടേസ്റ്റ് എൻ്റെ മച്ചാന്മാരെ, കണ്ടോ? ഇനി ഇവന് പുട്ടുപാട്ടാണ് നമ്മൾ അടുത്ത പരിപാടി. ഓക്കെ. അപ്പം ഞായറാഴ്ചയായിട്ട് തലക്കറിയും പുട്ടും. അപ്പം എന്നാ കോമ്പിനേഷനാ. അപ്പം നമുക്ക് ആ പ്ലേറ്റ് എടുത്ത് പ്ലേറ്റിനകത്തോട്ട് നമുക്ക് ഞാൻ കാണുന്ന കണക്കൊന്നുമില്ല, ഞാൻ ചെറിയ ഒരു കഷ്ണമേ കഴിക്കത്തുള്ളൂ. പുട്ട്, നല്ല സൂപ്പർ തലക്കറി എന്നൊക്കെ ഞാൻ ചുമ്മാ ഇട്ട് അടിച്ച കേട്ടോ. നല്ല ചക്കയുടെ കൂടി വെച്ചതാണ് സന്ധ്യയ്ക്ക്. നമുക്ക് ആ പുളിമുളകിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കാം ഗൈസ്. പുളിമുളക് ഒഴിച്ച് ഉള്ളതീ വലിയൊരു കഷ്ണം മീനിങ്ങടിച്ച് മാറ്റാം ഗൈസ്. ഓക്കെ. അപ്പം നമുക്കിതൊന്ന് ഒരു പിടി പിടിച്ച് കാണിച്ചാലോ. തലേന്നൊക്കെ തലക്കറി വാളക്കറി. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ആദ്യം പുട്ടിങ്ങനെ ഉടയ്ക്കാം. നല്ല വാളംപുളി ഇട്ട് വെച്ചതാണ്. പക്ഷേ ഞാൻ എന്നും ഉമ്മാട്ട പറയും, പുളിമുളകിനകത്ത് വെക്കുന്ന വാളംപുളി മാറ്റി എനിക്ക് തന്നെ വെക്കാം. ഈ വട്ടം എനിക്ക് വാളംപുളി കിട്ടിയില്ലെങ്കിൽ എന്താ പുട്ടും തലേന്നൊക്കെ വങ്കടക്കറി കുട്ടികൾക്കൊരു രാവിലത്തെ ഫുഡ് ഇതാണ്. വീട്ടിൽ പുട്ടും പഴവുമാണ്. എനിക്ക് പുട്ടും പഴവും ഇഷ്ടമല്ല. ഞാൻ നോക്കിയപ്പോൾ തലേന്നത്തെ വാളക്കറി ഒരു പിടി പിടിക്കാണ്. ഓൾഡ് ഈസ് ഗോൾഡൻ ആണ്. തലേന്നത്തെ പുളിങ്കറി എന്ന് വെച്ചാൽ വേറെ ലെവല്. പക്ഷേ ഇത് രാവിലെ വെച്ചിട്ട് ഇന്നത്തോട് രാവിലെ ആകുമ്പോൾ എടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പം നമ്മളെ വീട്ടിലുള്ള സൺഡേയുടെ ഫുഡാണ്. വാപ്പാക്ക് വീട്ടിൽ പുട്ടും പഴവുമാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് പഴം ഇഷ്ടമല്ല. എനിക്ക് പുട്ടിൻ്റെ കൂടി തലേന്നത്തെ മീൻകറി, പ്രത്യേകിച്ച് ചാളപ്പുളി മുളകാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങൾ തല ചുമ്മാ എടുത്ത് വെക്കാണ്, തലയൊന്നും കഴിക്കാൻ സമയമില്ല. അപ്പോൾ ഒരു വട്ടവും കൂടി ഞാൻ കാണിച്ചു തരാമെങ്കിൽ നല്ല ചാറ് നല്ല വറ്റിച്ച് വെച്ചാണ് സൂപ്പർ. ഒരു രക്ഷയില്ല ഗൈസ്. അപ്പം എല്ലാവരും ഞായറാഴ്ചയായിട്ട് ഇറച്ചി വാങ്ങിക്കാതെ തലേന്ന് നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ച് പുളിമുളകും വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കുക. പുളിങ്കറി രക്ഷയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.